ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കുറിവാക്യം Gospel according to St. John chapter 7 verses 37 and 38. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു. എല്ലാവരുടെയും ആശീർവാദങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദിനങ്ങളിൽ കണ്ട ചിന്ത തുടരുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച ഇതാണ്: എന്താണ് ആത്മീയത? ഒരാൾ അയാളുടെ ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരു നനവ്, അത്രയും ലളിതമാത്. ഒരാൾ തൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ജലരാശി. നമ്മൾ വായിച്ചു കേട്ട ആ ഭാഗം ശ്രദ്ധയിലുണ്ടാവും. കൂടാരത്തിരുന്നാളിൻ്റെ അന്ന് യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദിയൊഴുകും. ഇപ്പം ഈ മദ്ബഹയുടെ മുമ്പേ ഇരിക്കണ എല്ലാവരും തന്നെ അവൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ അർപ്പണം ചെയ്ത മനുഷ്യ. അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത സാധ്യത ഇതാണ്: അവർക്കും ഇങ്ങനെ നദിയായിട്ട് മാറാൻ പറ്റും. ഒരു നദിയായിരിക്കുക എന്ന് പറയുന്നത് എന്ത് ഭംഗിയുള്ളൊരു സ്വപ്നമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പോഴൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ 1-2 ചങ്ങാതിമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദിനങ്ങളിൽ അവരുടെ പേര് നിളയെന്ന. ഒരു മകള് പിറക്കുമ്പോൾ ആ മകൾക്ക് നിളയെന്ന് പേരിടുന്ന അച്ഛൻ്റെ മനസ്സിലെന്തായിരിക്കും? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളിങ്ങനെ കാക്ഷിക്കുന്നത് കുറെ കൂടി ഇങ്ങനെ നനവുള്ള ചില നിലനിൽപ്പുകളാണ്. നദിയെ പിന്തുടരുക എന്നൊക്കെ പറഞ്ഞൊരു ബുദ്ധപാരമ്പര്യമുണ്ട്. ഇങ്ങനെ ഒരാളിങ്ങനെ കൊടുങ്കാട്ടി പെട്ടുപോയി. എത്ര വിചാരിച്ചിട്ട് അയാൾക്കിങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം അയാളോട് കണ്ണുപൂട്ടിയിരുന്നിങ്ങനെ ധ്യാനത്തിലിരിക്കുന്നൊരു മനുഷ്യൻ പറഞ്ഞു, നിനക്ക് പുറത്തോട്ട് കിടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഫോളോ ദ റിവർ. നദിയെ പിന്തുടരുക. നദിയെ പിന്തുടരുക അത്ര എളുപ്പമൊന്നുമല്ല. എല്ലിക്കാടുകളിൽ തട്ടി ചോര പൊടിഞ്ഞ് കൂർത്ത കല്ലിൽ വീണ് വീണ്ടും ചോര പൊടിഞ്ഞ് എളുപ്പമല്ല നദിയെ പിന്തുടരുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: എന്നെങ്കിലും പുറത്തേക്കുള്ള വഴി നിങ്ങൾക്ക് നദി തെളിച്ചു തരും. അങ്ങനെ ക്ലേശകരമായ യാത്രയുടെ ഒടുവിൽ ഈ മനുഷ്യൻ നദി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കല്ലിന് ഒടുവിൽ എന്ത് സംഭവിക്കുന്നത് കണക്ക് അത്രയും ശുദ്ധിയുള്ള ഒരാളായി, അത്രയും ഇങ്ങനെ വെള്ളാരം കല്ല് കണക്ക് തിളങ്ങുന്ന ഒരാളായി. ഫോളോ ദ റിവർ. അവനവൻ്റെ ചില നനവുകളെ പിന്തുടരുക. ജലമായിരുന്നു യഹൂദർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ധ്യാന വിഷയം. ഏതാണ്ട് 722 പ്രാവശ്യം വേദപുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കാണ് ഈ ജലം. ഡയറക്റ്റായിട്ട് യഹൂദർക്കൊരു സങ്കടമുണ്ട്. ആ സങ്കടം ഇതാണ്: അവരുടെ നഗരത്തിന് മധ്യ കൂടി നദി ഒഴുകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഭൂമിയിലുള്ള എല്ലാ നഗരങ്ങളുടെയും മധ്യ കൂടി നദി ഒഴുകുന്നുണ്ട്. ലണ്ടന് മധ്യ കൂടി തൈംസ്, ഡൽഹിയുടെ മധ്യ കൂടി യമുന. അങ്ങനെ ഏത് നഗരം എടുത്ത് നോക്ക്. സത്യം പറഞ്ഞെന്നാൽ നഗരത്തിന് മധ്യ കൂടി നദി ഒഴുകുന്നതല്ല, മറിച്ച് നദിയുടെ വശങ്ങളിലായിട്ട് നഗരങ്ങൾ രൂപപ്പെടുന്ന എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെ നദീതട സംസ്കാരങ്ങളാണ് നമുക്കറിയാം. അപ്പം ഇവരുടെ ഒരു വലിയ സങ്കടം, തങ്ങളുടെ പുണ്യപുരിയുടെ മധ്യ കൂടി നദി ഒഴുകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ
അവരുടെ കൂട്ടത്തിൽ പ്രകാശമുള്ള മനുഷ്യരിങ്ങനെ പറഞ്ഞു തുടങ്ങി, നമ്മുടെ നഗരത്തിന് മധ്യ കൂടി നദി ഒഴുകുന്നുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റാത്ത ആ നദിയെ അവർ ദൈവം എന്ന് പേരിട്ടു. ഗോഡ് ഈസ് ആൻ ഇൻവിസിബിൾ റിവർ. കാണാത്ത നദിയാ. ആരാ കണ്ടിട്ടുള്ളത്? ആരുമില്ല. എന്നിട്ടും ദൈവമെന്ന് വിളിക്കുമ്പോൾ എന്തൊരു തണുപ്പാ. ഏത് സംസ്കാരത്തിൽ ആ നദിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കും എന്തൊരു നിഷ്കളങ്കതയാ, എന്തൊരു ശുദ്ധിയാ. അതുകൊണ്ടാണ് കുറെ അധികം സങ്കീർത്തനങ്ങളുണ്ട് ഈ അദൃശ്യ നദിയുടെ വാഴ്ത്തിനായിട്ട് നമ്മുടെ വേദപുസ്തകത്തിൽ. വിശുദ്ധ നഗരിയുടെ മധ്യയൂടെ ഒഴുകുന്ന നദി. ഈ ഒരു ധ്യാന വിചാരം കുറച്ചുകൂടി ഒന്ന് പെർപ്പച്വേറ്റ് ചെയ്യാനായിട്ട് ഒരു ആചാരം ആരംഭിച്ചു. അത് കൂടാര തിരുനാളിൻ്റെ ഒടുവിലത്തെ അവസാനത്തെ ചടങ്ങ്. സീലോഹി എന്ന് പറയുന്ന കുളത്തിൽ നിന്ന് 10 കുംഭം ജലം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ശ്രീകോവിൽ നിന്ന് താഴോട്ടിങ്ങനെ ഒഴുക്കി വിടും. കണ്ണ് നിറഞ്ഞും യോശാന നാളുകൾ കണക്ക് കൈകളിൽ ഇങ്ങനെ മരച്ചിലകളുമൊക്കെ പേറി നിലവിളിയോടുകൂടിയാണ് ഭക്തർ ആ കാഴ്ച കാണുന്നത്. ശ്രീകോവിൽ നിന്നൊഴുകി വരുന്ന ജലം. ഇതാണ് കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ ചടങ്ങ്. ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 30 വയസ്സുള്ള നമ്മുടെ മരപ്പണിക്കാരനായ ഏട്ടൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ഇനി എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്താ എൻ്റെ അർത്ഥം? ഇത്രയും കാലം നിങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ ഒഴുകിയ നദി, നിങ്ങളുടെ മെഡിറ്റേഷനിൽ മാത്രം ഉണ്ടായ നദി, നിങ്ങളുടെ കവിതയിലും ധ്യാനത്തിലും മാത്രം ഉണ്ടായിരുന്ന നദി ഇപ്പം ദൃശ്യരൂപം പ്രാപിക്കാൻ പോവുകയാണ്. ദൈവം ഒരു അദൃശ്യ നദിയാണെങ്കിൽ ഗുരു ഒരു ദൃശ്യ നദിയാണ്. മാസ്റ്റർ ഈസ് എ വിസിബിൾ റിവർ. റബോനി, റാബി, അത് വിസിബിൾ റിവറാ. നിങ്ങൾക്ക് അയാളെ തൊടാം, അടുത്തിരിക്കാം, പാദപത്മങ്ങളിൽ നമസ്കരിക്കാം, കേൾക്കാം. ടാഞ്ചിബിളാ. അങ്ങനെയെങ്കിൽ യേശു തന്നെ വെളിപ്പെടുത്തിയ അനന്യഭംഗിയുള്ള മുഹൂർത്തമാണ് ഈ കൂടാരത്തിരുന്നാൾ ഒടുവിൽ സംഭവിച്ചത്. മാനവരാശിയുടെ സങ്കല്പങ്ങളിലൂടെ ഒഴുകുന്ന നദിക്ക് യേശുവിൽ ദൃശ്യരൂപം ഉണ്ടാവുകയാണ്. ടാഞ്ചിബിൾ. കണ്ടുകൂട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ പാദചലനം കേൾക്കാം. നമുക്കിടയിൽ തന്നെ ഇങ്ങനെ ഒന്ന് വിഴിപൂട്ടിയിരിക്കുകയാണെങ്കിൽ നമുക്കിടയിൽ കൂടി അവൻ്റെ വസ്ത്രവെള്ളം പോലെ ഇന്ന് കേൾക്കാൻ പറ്റും. ട്രൂ ആൻഡ് റിയൽ പ്രസൻസ്. അത് വളരെ കൃത്യമായിട്ട് യേശു തന്നെ റിവീൽ ചെയ്യണ, ഡിഫൈൻ ചെയ്യണ ഒരു മുഹൂർത്തം. എൻ്റെ കൂടുള്ള വാക്കാണ് നമ്മുടെ ധ്യാന വിചാരം. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. ആരൊക്കെ ഒരു ഗുരുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നോ വൈകാതെ അവരുമൊക്കെ നദിയായിട്ട് മാറും. ഈ സന്ധ്യയിൽ വെറുതെ സ്വയം നദിയാകാനുള്ള സാധ്യതയെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും പച്ചയുള്ളൊരു നാടാണ് നമ്മുടേത്. ട്രെയിനൊക്കെ കേരളത്തിൻ്റെ അതിർത്തിയിലോട്ട് പ്രവേശിക്കുന്നുവെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയില്ല. പെട്ടെന്നിങ്ങനെ വരണ്ട ഭൂവിടങ്ങൾ മാറിയിട്ട് പച്ച തെളിയുമ്പോൾ നമ്മൾ പറയും കേരളം ആരംഭിച്ചു. 44 നദിയാണ്. 40 പടിഞ്ഞോട്ട്, 4 കിഴക്കോട്ട്. ഈ 44 നദികളാണ് ഒരു ചെറിയ ദേശത്തിൻ്റെ പച്ചയ്ക്ക് കാരണം. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 400 പേരിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 400 നദിയെക്കുറിച്ച് സങ്കല്പിക്കുക. ഒരു ദേശം എത്ര ഭംഗിയുള്ളതാവും. ആ സാധ്യതയാണ്. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെയും നിന്റെ നദിയാക്കണമേ. എന്തൊരു സാധ്യതയാണ്. നദി വലിയൊരു മെഡിറ്റേഷനുള്ള ഒരു വിചാരമാണ്. റിട്രീറ്റ് സെൻ്ററിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിനങ്ങൾ വരെ.
അവിടെ ഒരു ദിവസം മുഴുവൻ മെഡിറ്റേഷൻ വെക്കുന്നൊരു വിഷയം ഇതാണ്, ഞാൻ നദിയാ. അങ്ങനെ നമ്മൾ റിട്രീറ്റ് സെന്ററിലൊക്കെ വന്ന് ധ്യാനമൊക്കെ കൂടി പോയ ഞങ്ങളുടെ ഒരു സ്നേഹിത, ഒരു +2 അധ്യാപിക, കഴിഞ്ഞ മെയ് മാസം 30-ാം തീയതി ഡെങ്കിപ്പനി പിടിച്ച് മരിച്ചു. ഒരു ദിവസം അങ്ങനെ മാത്രമേ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ സ്നേഹിത അയച്ചൊരു സന്ദേശം അവരുടെ സ്നേഹിതർക്ക്, കൂട്ടുകാർക്ക് കിട്ടി. അതിങ്ങനെയായിരുന്നു, ഞാൻ നദിയാ, സരസ്വതി, കാണാതെ ഒഴുകാം, നിന്റെ വേരുകളെ നനക്കാം. ഇതിങ്ങനെ നമ്മുടെ കയ്യിലിരുന്ന് വിറകൊള്ളുന്ന വാക്കുകളാണ്. ഇങ്ങനെ മരണവും ജീവന്റെയും ഒക്കെ ഇടയിലെ ആ ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നൊരു പ്രാണൻ, അതിന് ഇത്രയും സമചിത്വം എങ്ങനെ ഉണ്ടായി? ഞാൻ നദിയാ, സരസ്വതി, കാണാതൊഴുകുന്ന നദിയുടെ ഒരു ഭാരതീയ സങ്കല്പമാണ് സരസ്വതി. എൻ്റെ വേരുകളെ നനക്കാം. അപ്പോൾ 12,000 വർഷം പഴക്കമുള്ള ഒരു വേദപുസ്തകത്തിന് അടുത്ത കാലത്തായിട്ട് എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യത്തിൻ്റെ പേരാണ് മാഗി എന്ന് പറയുന്ന +2 അധ്യാപിക. അവർ ജീവിച്ചിരുന്നപ്പോഴും പുഴയായിരുന്നു, മരിച്ചപ്പോഴും അവർ പുഴയായിട്ട് നിലനിൽക്കുന്നുണ്ട്. മാഗി മരിച്ചു കഴിഞ്ഞ് മാഗി എഴുതിയിരുന്ന കുറിപ്പുകളൊക്കെ കൂടി ചേർത്ത് ഞങ്ങൾ സ്നേഹിതർ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, സ്ത്രൈണപൂർണ്മ എന്ന് പറഞ്ഞ. അതിങ്ങനെ അവൾ പഠിപ്പിച്ച സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു എന്നെ പ്രസാദനം ചെയ്തത്. ഞാനിങ്ങനെ വേദിയിരിക്കുക, ഒരു 10-600 കുട്ടികൾ, പേരൻസ്, ടീച്ചേഴ്സ്. മാഗി എന്ന പേരിവിടെ പറയുമ്പോൾ ഈ 800 പേരുടെ കണ്ണ് നിറയുകയാണ്. ഇതൊക്കെയാണ് നദിക്കുള്ള വർത്തമാനകാല സാക്ഷ്യം. കുറെ കൂടി നനവുള്ളൊരു നിലനിൽപ്പും നനവുള്ളൊരു കടന്നുപോകലും ഒക്കെ സാധ്യമാണ്. ജീവിതം ഇത്രയും കഠിനമാകാൻ പാടില്ല, ഇത്രയും പൊടിക്കാറ്റ് പാടില്ല, ഇത്രയും ചുട്ടുപൊള്ളാൻ പാടില്ല. ഏത് മരുഭൂമിയിലും ചില വാദികളുണ്ട്. അത് കണക്ക് എവിടെയായിരിക്കുമ്പോഴും ഓരോരുത്തർക്ക് അവരവരുടെ ആ ജലരാശികളെ നിലനിർത്താൻ പറ്റും. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ സന്ധ്യ എടുത്താൽ നല്ലതാ. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് നദി ഒഴുകും. സത്യം പറഞ്ഞെന്നാൽ ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് ഈ വചനത്തിൻ്റെ ഭംഗി കളയാൻ പാടില്ല. എന്നാലും നമുക്ക് എന്തും ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറയുന്നൊരു രീതി ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊന്ന് എൻ്റെ കൂടെ ചേർക്കുക. ഈ സന്ധ്യ അത്തരമൊരു വ്യാഖ്യാനമില്ലാതെ തന്നെ ഭംഗിയുള്ളതായി മാറിയനെ. ഓരോരുത്തരും ഇത്തിരി നേരം ഈ മദ്ബഹയുടെ മുമ്പിൽ കണ്ണുപൂട്ടിയിരിക്കുക, എന്നിട്ട് സ്വയം നദിയാണെന്ന് ഓർമ്മിച്ച് തിരികെ പോവുക. സാധാരണ മനുഷ്യരുടെ സാധ്യത ഇത്. ഒരു നാട്ടിൻപുറത്തൊരു അനുഭവം എടുക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ സ്ട്രെസ്സുള്ളൊരു സ്ത്രീ, കുറേ സമ്മർദ്ദം, കുറേ ഭാരം. അപ്പോൾ അവള് അയാളോട് പറയുകയാണ്, അമ്മയെ കണ്ടിട്ട് എത്ര നാളായി, ഞാൻ അമ്മയെ പോയി കണ്ടോട്ടെ. ഓ, പോയിട്ട് വാ. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലേക്ക് അയച്ച് ഒരു 10-11 മണിയാകുമ്പോൾ അവള് വീട്ടിലേക്ക് വണ്ടി കയറുന്നു. ഒരു 2 മണി 3 മണിക്കൊക്കെ വീട്ടിലെത്തുന്നു. എന്തിനാണ് അവൾ വന്നതെന്ന് അമ്മ ചോദിക്കണില്ല. അവൾക്ക് ഇഷ്ടമുള്ള എന്തോ ചില വിഭവങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വേഗത്തിൽ ചൂടാക്കി എടുക്കുന്നു. പിന്നെ അമ്മയുടെ അടുക്കൽ ചെന്ന് ഇത്തിരി നേരം വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൾ പറയുന്നു, അമ്മ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി, പോയിക്കോട്ടെ. പോയിക്കോ. പിന്നെയും തിരക്ക് പിടിച്ച ബസ്സിൽ ഇങ്ങനെ കമ്പിയിലൊക്കെ തൂങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന അവള് പോയത് കണക്കല്ല മടങ്ങി വരുന്നത്. പോയപ്പോൾ എന്തൊരു ഭാരമായിരുന്നു, മടങ്ങി വന്നപ്പോൾ എന്തൊരു തണുപ്പാ. അതിൻ്റെ അർത്ഥം
ആ വീടിനകത്ത് അധികമൊന്നും ലോകപരിചയമില്ലാത്ത, കാര്യമായിട്ട് വർത്തമാനം പോലും പറയാത്ത നിങ്ങളുടെ ആ സാധു അമ്മ നദിയായിരുന്നു. അങ്ങനെ എന്തുമാത്രം തണുപ്പുള്ള മനുഷ്യരെ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഒരു വിഷമം വരുമ്പോൾ ആരെങ്കിലും നിങ്ങളൊന്ന് ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, അത്രയും ഭാരം വന്നപ്പോൾ എനിക്ക് ആദ്യം നിന്നെ വിളിക്കണമെന്ന് തോന്നി എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതിൻ്റെ അർത്ഥം ഇറ്റ്സ് എവരിബഡീസ് പോസിബിലിറ്റി. എവരിബഡീസ് പോസിബിലിറ്റി. എല്ലാവരുടെയും സാധ്യത. എല്ലാവർക്കും നനവുള്ളവരായിട്ട് ജീവിക്കാൻ പറ്റും. രാമകൃഷ്ണ പരമഹംസന്റെ ഒക്കെ അവസാനത്തെ ദിനങ്ങളിൽ ആ ഗുരുജിയുടെ നെഞ്ചിൽ നിന്ന് പാലൊഴുകിയിരുന്നു. എനിക്കത് വായിക്കുമ്പോഴൊക്കെ കണ്ണു നിറയും. വയോധികനായ ഒരു മനുഷ്യന്റെ, പുരുഷന്റെ ചുക്കിച്ചുളിഞ്ഞ നെഞ്ചിൽ നിന്ന് പാലൊഴുകുന്നത് എന്തിൻ്റെയൊക്കെ അർത്ഥമായിരിക്കും? ഇതൊക്കെ മെറ്റഫറ. അത്ഭുതം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിസ്മയം കൊള്ളേണ്ട കാര്യങ്ങളല്ല, മറിച്ച് കവിതയും ധ്യാനമോ മെറ്റഫറ. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ നെഞ്ചിൽ നിന്ന് ഇനിയും നദി ഒഴുകട്ടെ. യേശുവിനെ കുറിച്ചും എന്താ പറയണത്? മരിച്ചവന്റെ ചങ്കിൽ നിന്ന് ജലം ഒഴുകി. അപ്പൊ ജലരാശിയുടെ നനവിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. ഒത്തിരി സൂചനകൾ ആ നദി എന്ന് പറഞ്ഞ വാക്കിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഭാഷ ആരംഭിക്കുന്നത് പോലും നദിയുമായി ബന്ധപ്പെട്ട. നാദം എന്ന് പറയുന്ന വാക്ക് വരുന്ന നദിയിൽ നിന്ന്. ഭാഷയുടെ വികാസത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്, നദി ഉണ്ടാക്കിയ ശബ്ദങ്ങളാണ് ഭാഷയിലെ ആദ്യത്തെ ശബ്ദങ്ങൾ. ഇപ്പൊ നദിയാ ഇങ്ങനെ എല്ലാത്തിൻ്റെയും തുടക്കം. ഭാഷയെ നനവുള്ളതാക്കുന്നതും ജീവനെ നനവുള്ളതാക്കുന്നതും ചലനങ്ങൾ ഈർപ്പമുള്ളതാക്കി മാറ്റുന്നതുമൊക്കെ നദിയാ. അങ്ങനെയെങ്കിൽ നദി വെച്ച് നീട്ടുന്ന കുറെ അധികം പാഠങ്ങളിൽ നിന്ന് രണ്ട് സൂചന നൽകിയിട്ട് നമുക്ക് ആ മദ്ബഹയെ നമസ്കരിച്ച് രാത്രിയിലേക്ക് പോകാം, രാത്രി വിശ്രമത്തിലേക്ക് പോകാം എന്നാ കരുതുക. ഒന്ന്, ഈ നദി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരാളുടെ പേരാണ് നദി. എന്തിനെ അക്സെപ്റ്റ് ചെയ്യുക? എളുപ്പമല്ല. കുറച്ച് വടക്കേ ഇന്ത്യൻ യാത്രകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നദി തന്നെയാണ് മൂർത്തി. ക്ഷേത്രം അങ്ങോട്ട് തിരിഞ്ഞായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് നദിയിലേക്ക് ഒഴുക്കുന്ന സ്ത്രീകള്, പൂക്കള് എറിയണ ശാന്തിക്കാര്, ദീപാവലിയാ ഇങ്ങനെ ചരാതുകൾക്കകത്ത് വിളക്ക് തെളിച്ചിട്ട് ഈ നദിയിലോട്ട് ഒഴുക്കി വിടുന്ന കുഞ്ഞുങ്ങള്, നദി പൂക്കളെയും വിളക്കിനെയൊക്കെ സ്വീകരിക്കുന്നു. പിന്നെയും കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ സംസ്കാരത്തിന് വേണ്ടിയുള്ള തീരങ്ങളാ. ചെത ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ബന്ധുക്കൾ പിരിഞ്ഞു പോകും. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, വെള്ളമൊഴിച്ച് ചെത കെടുത്തും. കാരണം വിറകായിട്ട് ഉപയോഗിക്കാം, വിറക് വാങ്ങാനായിട്ട് വേറെ ചില നിപ്പുണ്ട്. എന്നിട്ട് പാതി ബന്ധ ഈ ശവത്തെ, മൃതശരീരത്തെ പുഴയിലേക്ക് എടുത്തുവിടും. എങ്ങനെ നടക്കണ കാര്യങ്ങളാ. പുഴ അതിനെയും സ്വീകരിക്കുന്നു. പൂക്കളെ സ്വീകരിച്ചത് കണക്ക്, ചരാതുകളെ സ്വീകരിച്ചത് കണക്ക്, പ്രണാമം സ്വീകരിച്ചത് കണക്ക്, പാതിബന്ധ ശവത്തെയും പുഴ സ്വീകരിക്കുന്നു. അക്സെപ്റ്റ് ലൈഫ്. ജീവിതം വെച്ച് നീട്ടുന്നതിനൊക്കെ സ്വീകരിക്കാനുള്ള ക്ഷണമാണ് നദിയുടെ ഒന്നാമത്തെ പാഠം. അക്സെപ്റ്റ് ലൈഫ്. ഇഷ്ടമുള്ള 10 തിരുവചനങ്ങൾ തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞെന്നാൽ ഞാൻ ആദ്യം എടുക്കുന്ന വാക്കിതായിരിക്കും ലൂക്ക 10:8. എന്താണത്? വിളമ്പിയത് ഭക്ഷിക്കുക. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും മേശയെ വിളമ്പി വെക്കണമെന്നൊരു പിടുത്തമില്ല. ചിലത് കഴിക്കുന്നു, ചിലത് ചവർക്കുന്നു, ചിലത് മധുരിക്കുന്നു, ചിലത് നൗസിയേറ്റിംഗ് ആണ്. എല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണത്തിൽ ഞാൻ തീരെ ഉപയോഗിക്കാത്ത വാക്കിതാണ് അത്ഭുതം, മിറക്കിൾ. അത്ഭുതങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. മാർക്കിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ സ്ഥിരീകരിച്ചു. പറയുന്ന കാര്യങ്ങൾക്ക് അയാളുമായിട്ട് ബന്ധമുണ്ടെന്നതിൻ്റെ അറ്റസ്റ്റേഷനാണ് അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് അത്ഭുതങ്ങളിൽ എനിക്കൊരു വിശ്വാസക്കുറവില്ല. എന്നിട്ടും ഭാഗ്യവശാൽ എനിക്ക് ലഭിച്ച കേൾവിക്കാരെപ്പോഴും കുറെ കൂടി വിവേകവും പ്രകാശമുള്ള കേൾവിക്കാരായിരുന്നു. കുറെ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രേരണ ലഭിച്ച മനുഷ്യരായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അവരോട് ഞാൻ അത്ഭുതങ്ങളെക്കുറിച്ച് പറയില്ല, ഇവിടെയും പറയില്ല. എന്താണ് അത്ഭുതം കൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റൊന്ന് സാധ്യമാണെന്ന വിചാരമാണ് അത്ഭുതം. ഓൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ. ആ വാക്ക് തന്നെ വരുന്ന അങ്ങനെ. ഭൂതമില്ലാത്തതാണ് അഭൂതം. പണ്ട് സംഭവിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള നമ്മുടെ സങ്കല്പവും ആഭിമുഖ്യത്തിൻ്റെയൊക്കെ പേരാണ് അത്ഭുതം. ഭൂതമില്ലാത്തതാ. പണ്ട് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? അത്ര അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിലനിൽക്കേണ്ട ഒരു പദമാണോ അത്ഭുതം? കുറെ കൂടി മുമ്പോട്ട് പോകാനായിട്ട് പ്രേരണയുള്ളവർ ആ പദത്തിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് സഞ്ചരിക്കണം. ജീവിതത്തിലെ 100 കാര്യങ്ങളിൽ 99 കാര്യങ്ങൾക്കകത്ത് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ പലതിനെയും സ്വീകരിക്കാനായിട്ട് പ്രകാശം കിട്ടിയാൽ മതി. തൽക്കാലം അത് മതി. നേരത്തെ പറഞ്ഞ കണക്ക് കഷ്ടിച്ച് 30,000 ദിവസങ്ങളുടെ കേസ് കേട്ടാ. അതിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പകുതിയോളം പേരുടെ ഒരു ജീവിതം, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാ, അല്ലെങ്കിൽ 4/3. ആ ചെറിയ പ്രാണനിൽ ചില കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള സ്ട്രെങ്ത് കിട്ടിയാൽ മതി. ഒരു പൊട്ട ഉദാഹരണം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: രാവിലെ ഇങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ദോശ നമുക്ക് കണ്ണി കണ്ടുകൂടാ. ധ്യാനത്തിനൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് ഒരു കൊട്ട കൊണ്ട് ഈ ദോശ മൂടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ ചിരട്ടപ്പുട്ടാവണമേ. അങ്ങനെ 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ഈ കൊട്ട പൊക്കി നോക്കുമ്പോൾ ഹല്ലേലൂയ, ദോശ ഒന്നുകൂടി തണുത്തതല്ലാതെ വേറൊരു കാര്യം ഉണ്ടായിട്ടില്ല. നേരത്തെ ആണെങ്കിൽ ചൂടോട് വയ്ക്കായിരുന്നു, അപ്പം അതും പറ്റില്ല. ഇനി 2 സാധ്യതയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ദോശ കണ്ടുപിടിച്ച അന്യ സംസ്ഥാനക്കാരുടെ മുഴുവൻ മുത്തനും മുത്തശ്ശിക്കും ചീത്ത വിളിക്കുക, നല്ലൊരപ്പം ഇത്രയും ബുദ്ധിമുട്ടി പൊളിപ്പിച്ചല്ലാന്ന് ഓർത്തിട്ട്. അല്ലെങ്കിൽ ഈ തണുത്ത പ്രഭാതത്തിൽ ഈ ചൂട് ദോശ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് കുരിശ് വരച്ച് ഭക്ഷിക്കുക. എന്തായാലും ചിരട്ടപ്പുട്ട് ഈസ് നോട്ട് പോസിബിൾ. അത്രേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ചാർജുള്ളൊരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ അടുപ്പണച്ചിട്ട് അതാരും അടുത്ത കാലത്തൊന്നും കത്തിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് 2 കുടം വെള്ളമൊഴിച്ച് അടുക്കള പൂട്ടി അതിൻ്റെ താക്കോല് നൂലി കെട്ടി കുഴൽക്കിണറിലിട്ടിട്ട് അങ്ങാണ്ട് പോയിരിക്കണം. ഇനി ഇതേ ഉള്ളൂ സാധ്യത, കുരിശ് വരച്ച് ഭക്ഷിക്കുക. ജീവിതത്തിൽ 99 കാര്യങ്ങൾക്കകത്ത് മാറ്റമില്ല. അപ്പൊ പിന്നെ അതിനിങ്ങനെ കുറെ കൂടി ഭംഗിയായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അക്സെപ്റ്റ്. ലൂക്ക 10:8. അവിടെ റിട്രീറ്റ് സെന്ററിൽ ഇതിങ്ങനെ നിരന്തരം പറഞ്ഞ് ഇങ്ങനെ കുറെ കഴിയുമ്പോൾ ആൾക്കാരുടെ ചെകിടിന് വെയിറ്റ് വരും. അത്രയും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വിളമ്പിയത് ഭക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയൊരമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് ഒരാഴ്ച ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് കേട്ട് വീട്ടിൽ വന്നതുകൊണ്ട് വിളമ്പി ഒരു കാര്യം ഭക്ഷിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു, എന്താ വിളമ്പിയത്? ഒരു ഫോറിൻ വിഭവമാണ് അച്ഛാ. എന്താണോ ഈ ഫോറിൻ വിഭവം? പഠിക്കാൻ പോയ മകൻ ഒരു റഷ്യൻ പെൺകുട്ടിയായിട്ട് വന്നിരിക്കുക. പിന്നെ സ്പൂണും ഫോർക്കും വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഫോറിനാണല്ലോ. ഒരു ചെറിയ കുസൃതിയോടുകൂടി ജീവിതത്തെ സ്വീകരിക്കാൻ പഠിക്കുക പ്രധാനം. ആ കുസൃതിയുടെ പിന്നിൽ
കൊടിയ ഭാരമുണ്ടെന്നും വലിയ നനവുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഒരു നാട്ടിൻപുറത്തുകാരി അമ്മയ്ക്കത് പറയാനായിട്ട് ധൈര്യം ഉണ്ടായില്ല. ഒരു വിഭവത്തെ സ്വീകരിക്കുക, അക്സെപ്റ്റ്. കുറേ റിട്രീറ്റ് സെന്റേഴ്സ് ഉണ്ട്, കുറേ കൺവെൻഷനുകളുണ്ട്. ഇവിടെയൊക്കെ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നതായിട്ട് നമുക്കറിയാം. അതിൽ മിക്കവാറും കാര്യങ്ങൾ ജെനുവിനാണ് താനും. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഒരു ബുദ്ധിയുടെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടി നമ്മുടെ ഈ ഹീലിംഗ് സർവീസിന് ശേഷം സാധാരണ കുട്ടിയായിട്ട് മാറുന്ന അധികം അനുഭവങ്ങൾ കാണാറില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു തർക്കത്തിന് വേണ്ടി മനുഷ്യർ പറയുന്ന ഒഴിച്ചു കഴിഞ്ഞെന്നാൽ പൊതുവേ ഇല്ല. ഒരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടി, ഒരു ഹൈഡ്രോസെഫാലി ഒരു കുട്ടി, ഓട്ടിസം ഉള്ളൊരു കുട്ടിയൊക്കെ ഇങ്ങനെ ഒരു സ്വാഭാവിക കുട്ടിയായിട്ട് മാറുന്ന ഇൻസിഡൻസ് ഇങ്ങനെ അധികം കേട്ടിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടേത് കണക്കൊരു ചെറിയൊരു ധ്യാനാശ്രമത്തിൽ നടക്കുന്നൊരു കുഞ്ഞു കാര്യം എടുക്കുക. അവിടെ ഇങ്ങനെ തങ്ങളുടെ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയുമായിട്ട് മീരാഹരി എന്ന് പറഞ്ഞ ദമ്പതികൾ വരികയാണ്. ഇവിടെ ഇങ്ങനെ തലക്കൈ വെച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മീരയും ഹരിയും കൂടി മുത്തെന്ന് പറയുന്ന തങ്ങളുടെ ഈ ബുദ്ധിയുടെ പ്രശ്നങ്ങളുള്ള കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാണുമ്പോൾ നമുക്കിങ്ങനെ ചങ്കു വിങ്ങുന്നുണ്ട്. നമുക്കറിയാം ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിച്ചുമില്ല. എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾക്കകത്ത് പ്രകാശമുണ്ടായി. 5 ദിവസം ഇങ്ങനെ ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാഷണത്തിന് വന്ന വൈദികൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ കൈവശം ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിയുടെ പ്രശ്നങ്ങളുള്ള മെൻ്റലി ചലഞ്ചറായൊരു കുഞ്ഞ്. മുത്തുന്ന പേര്. ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞെന്നാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ അവിടുന്ന് ഭൂമി മുഴുവൻ തപ്പി. എന്നിട്ട് ഒരു മീരയും ഹരിയും കണ്ടു, അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മീരയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ്. പതുക്കെ ഒന്ന് കണ്ണു തുടച്ചിട്ട് മീരയും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. സന്ധ്യയിലിങ്ങനെ ഹരിയോടൊപ്പം ഇരിക്കുമ്പോൾ മീര പറഞ്ഞു, ഹരിയേട്ട, നമ്മുടെ ഈ വാവെ വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചാന്. ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂൾസിൽ കൊണ്ടുപോയി എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞാനെ. നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് തന്നെ തന്നല്ല. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ കൂടി എൻ്റെ കൂടെ നിൽക്കണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞെന്നാൽ ഗേറ്റ് വരെ കാണാം എങ്ങനെയാണ് മീരയും ഹരിയും പോകുന്നെന്ന്. ഈ മുത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ദൈവം പ്രത്യേകമായിട്ട് നൽകിയ കുട്ടിയാ. നല്ല ശ്രദ്ധ വേണം. അന്ന് ആദ്യമായിട്ട് അവർക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി. സ്പെഷ്യൽ ചൈൽഡ്, എ വെരി സ്പെഷ്യൽ ചൈൽഡ്. ഒരു 15 വർഷം മുമ്പ് ഇങ്ങനെ കൊച്ചിയിൽ കലൂർന്നും പറഞ്ഞുകൊണ്ടൊരു നൊവേനപ്പള്ളി ഉണ്ട്, സെൻറ് ആൻറ്റണീസ് നൊവേനപ്പള്ളി. അവിടെ ഞാൻ ഈ മീരയുടെയും ഹരിയുടെയും കഥ പറഞ്ഞു. ഒരു 6 സർവീസുണ്ട്. ഈ 6നും ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. വൈകുന്നേരം ഇങ്ങനെ സങ്കീർത്തിലോട്ട് വരുമ്പോൾ അയാൾ സങ്കീർത്തി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ അടുത്തുള്ള ഒരു കോളേജിൽ അധ്യാപകനാണ്. ഇങ്ങനെ രാവിലെ വന്ന് പള്ളി കൂടി പോകുന്ന രീതി ഉള്ളത് കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് ഈ മീരയുടെയും ഹരിയുടെയും മുത്തിൻ്റെയും കഥ കേട്ടത്. അപ്പോൾ ഒന്നുകൂടി കേൾക്കണമെന്ന് തോന്നി. അങ്ങനെ 6 പ്രാവശ്യം കേട്ടു. ഞാൻ പറഞ്ഞു, സർ നിങ്ങൾ എന്താ അലട്ടണത്? അയാൾ പറഞ്ഞു, എല്ലാവരും കൂടി എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് ആവശ്യത്തിലേറെ മാനസിക പ്രശ്നങ്ങളൊരു പെൺകുട്ടിയാണ്. പള്ളിയിൽ ഇങ്ങനെ മിന്ന് കെട്ടാനായിട്ട് താലി എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയാണ്. പിന്നെ ഉയർത്തിയ കൈ താഴ്ത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. പിന്നെ ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ചായിട്ടിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കൊടിയ മാനസിക പ്രശ്നങ്ങൾക്ക് കുറേ കാലമായിട്ട് ചികിത്സയിലായിരുന്നൊരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. എനിക്ക് ലോകത്തോട് മുഴുവൻ പകയാണ്.
ഒരാളെയും വഞ്ചിക്കാത്ത, ഒരാളെയും ചതിക്കാത്ത എന്നെ എല്ലാവരും കൂടി ഭംഗിയായിട്ട് ബിഷപ്പിൻ്റെ കോടതിയിലും സിവിൽ കോടതിയിലും ഒക്കെ പേപ്പറുകൾ നീങ്ങുന്നുണ്ട്. പക്ഷെ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് മുത്തിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കഥയെ എനിക്കിണങ്ങിയ മട്ടിൽ വായിച്ചു. ഇനി ഇത്തിരി പേരൊക്കെ ഒന്ന് മാറ്റി പറയുകയാണ്. ദൈവത്തിൻ്റെ കൈവശം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നിമ്മി എന്നൊരു പെൺകുട്ടി. ആവശ്യത്തിലേറെ മാനസിക പ്രശ്നങ്ങളൊരു പെൺകുട്ടി. അവളുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കന്മാരുടെ കാലശേഷം ആരവളെ സംരക്ഷിക്കുമെന്നറിയാനായിട്ട് ദൈവം ഭൂമി മുഴുവൻ അന്വേഷിച്ചു. എന്നിട്ട് ഒരു ജോഷിയെ കണ്ടു, ജോഷിക്ക് തന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഞാൻ അവരിടക്ക് കാണാറുണ്ട്. നമ്മൾ ഈ നിമ്മിയെന്ന് പേരിട്ട് വിളിച്ച ആൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നിട്ടും ഒരു നൊവേനപ്പള്ളിയിൽ നിന്ന്, കുരിശുപള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു പുഞ്ചിരി ജോഷി ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ചില അനുഭവങ്ങൾ എൻ്റെ മേശയിൽ നീ വിളമ്പിയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ എനിക്കതിനെ കുറെ കൂടി നമ്രതയോടെ സ്വീകരിക്കാൻ പറ്റുന്നിരിക്കും. ഈറ്റ് വാട്ട് ഈസ് സെഡ്. പരിഹാരമില്ലാത്ത ചിലതിനെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കണം. ഒരു തകർന്ന ബന്ധം, ഉടഞ്ഞ പ്രണയം, അകന്നുപോയ ചങ്ങാതി, കഠിനമായ രോഗാതുരത, ഉറ്റവരുടെ വിയോഗം, ഇതിനൊക്കെ തൽക്കാലം കാര്യമായ പരിഹാരങ്ങളൊന്നുമില്ല. അപ്പം അതിനെ കുരിശ് വരച്ച് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള അന്വേഷണമായത്. ക്യാൻ യു അക്സെപ്റ്റ്? കാരണം ദൈവ ആതിഥേയൻ. ഗോഡ് ഈസ് ദി ഇറ്റേണൽ ഹോസ്റ്റ്. ഗോഡ് ഈസ് ദി ഇറ്റേണൽ ഹോസ്റ്റ്. നിത്യനായ ആതിഥേയൻ്റെ പേരാ ദൈവം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അയാളറിയാതെ ഒന്നും എൻ്റെ മേശയിൽ വിളമ്പിക്കിട്ടണില്ല. ഇതെനിക്കുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ കുറെ കൂടി ഭംഗിയായിട്ട് ഇതിനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റിയെന്നിരിക്കും. പറയുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. വിളമ്പിത് ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നേ. പക്ഷെ യേശു പഠിപ്പിച്ച പാഠങ്ങളിൽ ഏറ്റവും കഠിനമായ പാഠം അത്. ഈറ്റ് വാട്ട് ഈസ് സെഡ്. ഇത് പഠിപ്പിച്ച മാഷ് തന്നെ പൊട്ടിപ്പോയി. വിളമ്പിയത് ഭക്ഷിക്കുക, വിളമ്പിയത് ഭക്ഷിക്കുക എന്നൊക്കെ പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മേശയിലേക്ക് ഒരു പാനപാത്രം വിളമ്പി വെച്ചപ്പോൾ അയാൾ കാണിച്ച അംഗം നമുക്കറിയാം. നിലത്ത് കിടന്നുരുണ്ട് ചോര വിയർത്ത് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഇതെടുത്തു മാറ്റുക. അപ്പം മാഷ് പൊട്ടിപ്പോയ, പല നിലയായിട്ട് പൊട്ടിപ്പോയ പാഠത്തിൻ്റെ പേരായത്. എന്നിട്ടും അത്രയും യേശു കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അവൻ്റെ പാനപാത്രം എടുത്തു മാറ്റപ്പെട്ടില്ല. അപ്പം നിങ്ങൾ പറയും, പിന്നെന്തിനാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നത്? എല്ലാം അതുപോലെ സ്വീകരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥന? വരുന്നത് വരട്ടെ. അല്ല, എൻ്റെ കൂടെ ഒരു വരി കിടപ്പുണ്ട്. എന്താണത്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ചില കാര്യങ്ങളെ സമചിത്തത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ട്രെങ്തിൻ്റെ പേരാണ് ദൈവം. നിങ്ങൾ ഇനിയും ജീവിച്ചിരിപ്പുണ്ട്. മരിക്കുമെന്ന് കരുതിയിട്ടും നമ്മൾ ആരും മരിച്ചിട്ടില്ല. ഭ്രാന്ത് പിടിക്കുമെന്ന് കരുതിയിട്ടും നമ്മളിപ്പോഴും സുബോധത്തോടെ തന്നെ ഉണ്ട്. വി ആർ അലൈവ്, വി ആർ സെയിൻ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്നിട്ട് അവനെ ബലപ്പെടുത്തി. അങ്ങനെ പുറത്തുനിന്നൊരു സഹായം കിട്ടാതെ ഒരാൾക്കും ഇതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ചില സ്നേഹിതരൊക്കെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഞാനിങ്ങനെ ഒരു കേൾവിക്കാരനായിട്ടോ കാഴ്ചക്കാരനായിട്ടോ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, അവർ കടന്നുപോയ അനുഭവത്തിൻ്റെ 100-1 ഗ്രാവിറ്റിയുള്ള അനുഭവം എനിക്കുണ്ടാവുമെങ്കിൽ ഐ മേ ഡിസോൺ ഹിം. എനിക്ക് വേണ്ടെന്നേ. ഉദാഹരണത്തിന് പൂന്താനത്തിൻ്റെയൊക്കെ ഈ സംഭവം വായിച്ചെടുക്കുക. ക്ഷേത്രനടയിൽ എന്നും ഭജന പാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. കുഞ്ഞുങ്ങളില്ല,
അങ്ങനെ ഇരിക്കുമ്പോൾ വാർദ്ധക്യത്തിലൊരു കുഞ്ഞിനെ കിട്ടി. വാർദ്ധക്യത്തിൽ കിട്ടിയ ആ കുഞ്ഞ് ഒരു വയോധികന്റെ ജീവിതത്തെ എന്തുമാത്രം ഭാസുരമാക്കിയിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ 1ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ബന്ധുഗൃഹങ്ങളിലേക്ക് ക്ഷണം പോയി. പഴയ കാലമാണ്, തലേന്ന് യാത്ര ചെയ്ത് സന്ധ്യയാകുമ്പോൾ എത്തും. അങ്ങനെ തലേന്ന് എത്തുന്ന ഈ അതിഥികൾക്ക് വേണ്ടി അലക്കി വെച്ച വസ്ത്രങ്ങൾ കൊടുക്കുന്ന രീതിയുണ്ട്. കുളിച്ചു കഴിയുമ്പോൾ ഈറൻ വെഴുപ്പ് വസ്ത്രങ്ങൾ മുറിയിലോട്ട് ഉരിഞ്ഞിടാം. എന്നിട്ട് ഇസ്തിരിയിട്ട വെളുത്ത വസ്ത്രങ്ങളെടുത്ത് ഉടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കുടിസ് മുറിയിൽ വന്നിട്ടിങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഈറൻ വെഴുപ്പ് വസ്ത്രങ്ങൾ ഉരിഞ്ഞിട്ടും. പക്ഷെ ആ മുറിക്കകത്ത് ഒരു ദുരന്തമുണ്ടായി. പിറ്റേന്ന് പിറന്നാൾ ആഘോഷിക്കേണ്ട കുഞ്ഞ് ആ മുറിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം പേരുടെ വെഴുപ്പ് വസ്ത്രങ്ങളുടെ ഇടയിൽപ്പെട്ട് പിറന്നാൾ കുഞ്ഞ് മരിച്ചുപോയി. 1ാം പിറന്നാളാ. കലവറ, വിരുന്നുകാര്, പന്തല്. നിങ്ങൾ എന്നാ ചെയ്യും? എനിക്കറിയില്ല ഓരോരുത്തരൊക്കെ എന്താ ചെയ്യാന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാനെന്ത് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. നാവില് കുരിശ് വരച്ച് പറയുകയാണ്, ദൈവം പൊറുക്കട്ടെ. നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്, ഐ വിൽ ഡിസോൺ ഹിം, ഐ വിൽ ഡിസോൺ ഹിം. എനിക്ക് വേണ്ടന്നെ ഇങ്ങനെ ഒരാള്. എന്തിനിങ്ങനെ ആള്? ഓരോരോ കാര്യങ്ങൾ കാണിച്ചിങ്ങനെ കൊതിപ്പിച്ചിട്ട് നൽകിയതിനൊക്കെ വേഗത്തിൽ നൂലെ കെട്ടി എടുത്തു മാറ്റുന്ന ആള് നമുക്കെന്തിനാ? ഇനി ഇങ്ങനെയൊക്കെ പോട്ടെ. എന്നാൽ ആ ജ്ഞാനവൃത്തം ചെയ്ത അതല്ല. പിറ്റേന്നും നട തുറക്കുമ്പോൾ ഇങ്ങനെ കൈകൂപ്പി നിൽപ്പുണ്ടാവും. അന്നാ നടന്ന് പാടിയ പാട്ട് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണത്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മേവുമ്പോൾ എനിക്ക് ഉണ്ണികൾ എന്തിനാണ് വേറെ. ഉള്ളിൽ കിടന്ന് കളിക്കണത് ഭഗവാൻ തന്നെയാണ്, പിന്നെ വേറെ കുഞ്ഞുങ്ങൾ എന്തിനാ? ഇത് മനുഷ്യർ കൂട്ടിയാൽ നടക്കുക. മനുഷ്യർ കൂട്ടിയാൽ നടക്കണ കാര്യം ഒരർത്ഥമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നിട്ട് ബലപ്പെടുത്തി. ഇല്ലെങ്കിൽ കൊച്ചൂഞ്ഞുപദേശിക്ക് ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള പാട്ടെങ്ങനെ എഴുതാൻ പറ്റണം? ഏകദേശം ആ പ്രായത്തിലുള്ള ഒരു മകനെയും വിളിച്ചോണ്ട് ഭാര്യ വരികയാണ് ഇങ്ങനെ ചീനിയുടെയൊക്കെ തടം വൃത്തിയാക്കാനായിട്ട്. മകനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ പ്രായം കാണും. ആ മനുഷ്യൻ കുറിച്ച പാട്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം ഇങ്ങ് തന്നു കഴിഞ്ഞെന്നാൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇതൊന്നും മനുഷ്യ കൂട്ടി നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ജീവിതത്തെ സ്വീകരിക്കുക എന്ന് പറയുന്ന അത്ര ലളിതമായ കാര്യമല്ല. പക്ഷെ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന നിമിഷം എന്തോ ഒരു ശക്തി നിങ്ങളെ പൊതിഞ്ഞ് നിൽപ്പുണ്ടാവും. ഇത് ഏറ്റവും ഭംഗിയായിട്ട് പറയണത് പൗലോസാ. പൗലോസ് പറഞ്ഞു, എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ട്. ഈ ചെറിയ ഒരു 12 മക്കള് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരുടെയും ചങ്കിൽ എന്തെങ്കിലും ഒരു മുള്ളുണ്ടാവും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളുൾപ്പെടെ ചങ്കി മുള്ളില്ലാത്ത ആരുണ്ട് ഈ കൂട്ടത്തിൽ? ശൂലം എന്നൊരു വാക്കാണ് ഒരുപക്ഷെ നമ്മൾ പലരും ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിനകത്തുള്ള വാക്ക്. കാത്തലിക് ട്രഡീഷനിൽ അതിന് വിളിക്കുന്ന വാക്ക് ഇങ്ങനെ മുള്ളെന്ന. മുള്ളോ ശൂലോ വാക്കുകൾ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. എന്തോ ഒന്ന് ഓരോരുത്തരെയും ചങ്കിലിങ്ങനെ ചോര പൊടിഞ്ഞിരിപ്പുണ്ട്. എപ്പോഴും അതുണ്ടാവണമെന്നില്ല, പക്ഷേ ചില താരതമ്യങ്ങളിൽ സമാനമായ ചില അനുഭവങ്ങളിലൊക്കെ അതിങ്ങനെ അകത്തിരുന്ന് ചോര പൊടിക്കും. എന്നിട്ടോ പൗലോസ് പറയുകയാണ്, ദൈവമേ ഈ മുള്ളിനെ എടുത്തു മാറ്റാം. 3 ആവർത്തി പ്രാർത്ഥന പറയണത്.
എന്തും ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് മൂന്നാവർത്തി. മൂന്നാവർത്തി ഏറ്റുപറഞ്ഞ്, മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. സോ പോൾ മെയ്ഡ് എ കംപ്ലീറ്റ് പ്രെയർ, ടോട്ടൽ പ്രെയർ. ഞാൻ മൂന്നാവർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അയാളോട് പറഞ്ഞു, ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ഈ സന്ധ്യയിൽ ഒരുപക്ഷെ അതാവട്ടെ നമ്മുടെ ഏറ്റവും നല്ല പ്രാർത്ഥനയും ആശംസയും. ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. പരിഹാരമില്ലാത്ത, ശമനമില്ലാത്ത, പോംവഴികളില്ലാത്ത ചില അനുഭവങ്ങളുടെ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, എനിക്ക് നിന്റെ കൃപ മതി. ഒരു ജെനുവിനായ ഒരു ഇൻസിഡൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാവും. വരുംകാലങ്ങളിൽ നമ്മൾ മിക്കവാറും അഭിമുഖീകരിക്കാൻ പോകുന്നൊരു കാര്യമാണ്. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ എക്സ്പോഷർ ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ കുറേ കൂടി ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാനും പഠിക്കാനും പ്രോജക്റ്റ് വർക്കിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള സാധ്യതയുള്ളൊരു കാലത്തിലേക്കാണ് നമ്മളെത്തിയിരിക്കണം. സ്വാഭാവികമായിട്ട് അത്തരം ചില ചേരലുകൾക്കകത്ത് ഒരു ഇൻഫാറ്റുവേഷനോ ഒരു ആകർഷണമോ ഒക്കെ അനുഭവപ്പെടുക എന്നുള്ളത് സ്വാഭാവിക. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിലെ 10,000-കണക്കിന് പ്രണയങ്ങളിൽ ഒന്നുപോലും പരിണയമാവുന്നില്ല, വിവാഹമാവുന്നില്ല. നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുമായുള്ള ഒരു വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെ പള്ളിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് ആ ചെറിയ മകളുടെയോ മകൻ്റെയോ കണ്ണ് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വിവേകമുള്ള ഒരപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ നമുക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നു. എന്തു ചെയ്യാൻ പറ്റും? ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, പതുക്കെ ആ ചെറിയ മകളെയോ മകനെയോ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്ക് ഞങ്ങളുടെയൊക്കെ സ്നേഹം ഉണ്ടാവും. അല്ല, എന്താ പറയുക? ഇങ്ങനെ എന്തുമാത്രം തരം മുള്ളുകളാണ്. അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പം പിന്നെ യേശു പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മുഖം മധുരമാണ്, മൈ യോക്ക് ഈസ് സ്വീറ്റ്. ശരിക്കും യേശു പറഞ്ഞ വാക്കിൻ്റെ വിവർത്തനത്തിൽ സംഭവിച്ച അപാകത എന്നാണ് പറയുന്നത്. യേശു പറഞ്ഞ വാക്കിൻ്റെ കൃത്യമായ വിവർത്തനം ഇതാണ്, മൈ യോക്ക് ഈസ് ഫിറ്റിംഗ്. എൻ്റെ മുഖം അനുയോജ്യമാണ്. എന്താ സൂചന? മരപ്പണിക്കാരനായിരുന്നു നമ്മുടെ ജ്യേഷ്ഠൻ. മറ്റു പലതും പണിത കൂട്ടത്തിൽ അയാൾ നുഖങ്ങളും പണിതിട്ടുണ്ടാവും. പിന്നെ മറ്റു മരപ്പണിക്കാരിൽ നിന്ന് അയാൾ വ്യത്യാസപ്പെടുന്ന ഘടകം എന്താണ്? ബാക്കിയുള്ള മരപ്പണിക്കാരൊക്കെ ഇങ്ങനെ നുഖങ്ങൾ നേരത്തെ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോൾ ഇയാൾ തൻ്റെ അടുക്കിലേക്ക് വന്നവരോട് പറയും, നിങ്ങൾ ഈ നുഖം വെക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുവിനെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നിട്ട് ഈ കൃഷിക്കാരനുമായിട്ട് അയാളുടെ തൊഴുത്തിലേക്ക് പോകും. എന്നിട്ട് നുഖം വെക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിൻ്റെ ഉരുവിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് കൈയോടിക്കും. ഒരൊറ്റ തലോടലിലൂടെ അയാൾക്ക് ഈ മൃഗത്തിൻ്റെ ദൃഢതപിടുത്തം കിട്ടും, പേശികൾ ദൃഢതപിടുത്തം കിട്ടും. പിന്നെ കുഞ്ചിലോടൊന്ന് കൈയോടിക്കും, അതോടുകൂടി കൃത്യമായ അളവും കിട്ടും. അപ്പം ആ അളവിനും ആ പേശിയുടെ ദൃഢതയ്ക്കും ഉതകുന്ന വിധത്തിൽ പരമാവധി ഭാരം കുറച്ച് അയാളുടെ നുഖം പണിയും. ആ നുഖത്തിൻ്റെ പേരാണെന്ത്? ഫിറ്റിംഗ്. കാര്യമായിട്ടിങ്ങനെ വേദന വരാത്ത വിധത്തിലൊരു നുഖം. ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ ആ മരപ്പണിക്കാരൻ്റെ കടമുറിക്ക് പുറത്തായിട്ട് ഒരു ഫ്ലെക്സ് അടിച്ച് തൂക്കാമായിരുന്നു. ഇവിടെ അനുയോജ്യമായ നുഖങ്ങൾ മാത്രം വിൽക്കപ്പെടുന്നു. സൂചന വിശദീകരണം ആവശ്യമില്ലാത്തതാണ്. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം, എന്തെങ്കിലും ഒരു ഭാരം
സമ്മർദ്ദമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്നതിനേക്കാൾ മുമ്പേ അവൻ നിങ്ങളുടെ കരുത്ത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇണങ്ങണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ ഇത്രയും പറയാൻ ധൈര്യം? നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നു, അത് തന്നെ ധൈര്യം. 0 വോൾട്ട് ബൾബുണ്ടെങ്കിൽ അതിലോട്ടിങ്ങനെ വലിയ KV ലൈൻ ഇലക്ട്രിസിറ്റിയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുകയാ. ഇപ്പം 0 വോൾട്ട് ബൾബ് കത്താൻ കാരണം അതിൻ്റെ ആ ഒരു ഫിലമെന്റിന് നിരക്കണ എനർജി മാത്രമേ കാരണമുള്ളൂ. അക്കോർഡിംഗ് ടു യുവർ സ്ട്രെങ്ത്, അക്കോർഡിംഗ് ടു യുവർ സ്ട്രെങ്ത്. എല്ലാ ദുരന്തങ്ങളും ഭാരവും സമ്മർദ്ദവും വിരഹവും തകർച്ചയും ഒക്കെ ഈസ് അക്കോർഡിംഗ് ടു യുവർ സ്ട്രെങ്ത്. ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. ബി ക്വയറ്റ് മൈ സോൾ, thou hast endured worse than this. ഒരേ ഒരു വരിയാണ് ഇങ്ങനെ മുറിയിൽ പാർത്തിരുന്നൊരു ചെറിയ മുറിക്കകത്ത് ഞാൻ ഒട്ടിച്ചു വെച്ചിരുന്നത്. അത് വളരെ പ്രശസ്തമായ ഒരു കവിയുടെ വാക്കുകളാണ്. ബി ക്വയറ്റ് മൈ സോൾ, thou hast endured worse than this. മനസ്സെ ശാന്തമാകുക, നീ ഇതിനേക്കാൾ കഠിനമായത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നദിയുടെ 2 പാഠങ്ങളുടെ സൂചനയിൽ ഒന്ന് ഇത്തിരി എലാബറേറ്റായിട്ട് പറയേണ്ടതായിട്ട് വന്നു. ഇതാണ് അക്സെപ്റ്റ്. സമയത്തോടുകൂടി ജീവിതത്തെ സ്വീകരിക്കാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തിമുദ്ര, വ്യക്തിഭാവം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത മനുഷ്യരുടെ കൂടെയുള്ള ജീവിതം എന്ത് കഠിനമാണ്. നമുക്ക് സമാധാനം തരുന്നതിന് പകരമായിട്ട് അവർ നമുക്ക് എന്തൊരു ഭയവും പാനിക്കും ഒക്കെ തരണം. ഇപ്പോൾ പുഴയുടെ എണ്ണിയാത്തീരാത്ത പാഠങ്ങളിൽ നിന്ന് ഒരേ പാഠം, ഒരേ ഒരു പാഠം, അക്സെപ്റ്റ്. എല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് പിന്നെ കുറേ കൂടി ഇങ്ങനെ നിർമ്മലരായിട്ട് ജീവിക്കാൻ പറ്റണം. പല പ്രാവശ്യം ഇങ്ങനെ കുളിക്കുന്നവരൊക്കെ ആയിട്ടാണ് നമ്മുടെ ദേശത്തുള്ളവരെ പൊതുവെ കരുതുന്നത്. അങ്ങനെ ഒറ്റ കടകയുള്ളൂ, ഇങ്ങനെ കുറുകനെയും വിലങ്ങനെയും ഉള്ള കുറെ അധികം നദികൾ. ഒരു നദി സാമീപ്യത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ശുദ്ധീകരിച്ചേ പറ്റൂ, കുളിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ആ സൂചന പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കുറെ കൂടി ഇങ്ങനെ നിർമ്മലരായിട്ട് ജീവിക്കുക. ആ നൈർമല്യത്തിൻ്റെ ആനന്ദം തിരിച്ചറിയും. ഇവിടെ നിന്നുകൊണ്ട് ഈ ചെറുപ്പം മക്കളൊക്കെ ഈ പാട്ടൊക്കെ പാടി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ചെറിയ അളവിലും വലിയ അളവിലും ഒക്കെ ആ നിഷ്കളങ്കതയുടെ ഒരാനന്ദം കണ്ടെത്തുക. വേണമെങ്കിൽ ഒരു വീക്കെൻഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തിരി ഒരുമിച്ച് കൂടിയിരുന്ന് എന്തുമാത്രം കൗതുകങ്ങളിൽ ഏർപ്പെടാം. മദ്ബയുടെ മുമ്പിൽ നിന്ന് പാടുന്ന ഈ ചെറുപ്പം മക്കള് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നില്ലേ? നിഷ്കളങ്കതയുടെ ആഹ്ലാദം തിരിച്ചറി. ലോകത്തെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങളൊന്നും ഈ നിഷ്കളങ്കതയിലൂടെ ഒരു ജീവിതം. അതുകൊണ്ടൊക്കെയാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത്, വീണ്ടും പിറക്കുക, വീണ്ടും പിറക്കുക. എന്താ വീണ്ടും പിറക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. അവനവന്റെ നിഷ്കളങ്കതയുടെ ബലത്തിൽ ജീവിക്കുക. എന്തൊരു സന്തോഷം അത് പരിസരങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നത്. പൊതുവെ നമ്മൾ സന്തോഷം എന്ന് കരുതുന്ന പല ഘടകങ്ങളും കാര്യങ്ങളും വാസ്തവത്തിൽ ഈ കൂടെ പാർക്കുന്നവരെ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങളാണ്. മദ്യപിക്കുന്ന ഒരാൾ പറയണ അത് അയാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തൊരു സ്ട്രെസ്സാണ് അയാളുടെ കുടുംബത്തിന് കിട്ടണം. അയാൾ ഇപ്പോഴെന്താ പറയുന്നതിനെ കുറിച്ചൊക്കെ കുഞ്ഞുമക്കളിങ്ങനെ പേടിച്ച് നിൽക്കണം. ഒരു ദാമ്പത്യ അവിശ്വസ്തയുള്ളൊരു വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് സന്തോഷം തരുന്നുവെന്ന്, പക്ഷെ എന്തുമാത്രം ഇങ്ങനെ ഭാരത്തിലേക്ക് അയാളുടെ കൂട്ടുകാരിയെ വലിച്ചെറിയണം. ഇപ്പൊ പൊതുവെ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷം തരുന്ന പല ഘടകങ്ങളും വാസ്തവത്തിൽ ചുറ്റിനുമുള്ളവരെ സന്തോഷം കെടുത്തുന്ന. എന്നാൽ വിശുദ്ധിയുടെ ഒരു സന്തോഷമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കാ 15 ഇന്ന് രാത്രി വായിക്കണം. ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇന്ന് രാത്രി ഒന്നുകൂടി വായിക്കും. ലൂക്കാ 15
3 ചെറിയ ഭാഗങ്ങൾ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഇടയൻ പറഞ്ഞു, നമുക്ക് ആനന്ദിക്കാം. നാണയം തിരികെ കിട്ടിയ വീട്ടമ്മ പറഞ്ഞു, നമുക്ക് ആനന്ദിക്കാം. മകൻ തിരിച്ചു വന്ന അപ്പം പറഞ്ഞു, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല, വിരുന്നാരംഭിക്കട്ടെ. നിഷ്കളങ്കത എന്തൊരാനന്ദമാണ് പ്രസരിപ്പിക്കുന്നത്. അപ്പൊ കുറെ കൂടി നിഷ്കളങ്കമായ നിലനിൽപ്പ് സാധ്യമാണ്. നാട്ടിലൊക്കെ ഇങ്ങനെ ജീസസ് യുത്തിപ്പെട്ട മക്കളൊക്കെ ഉണ്ട്. എന്ത് ഓട്ടമാണ് തിരക്കാണെന്ന് പറഞ്ഞാൽ ഈ മക്കൾ വിളിച്ചാൽ നമ്മൾ പോവും. ആ മക്കളോടൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് വെറുതെ നമ്മളെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സങ്കീർണതകൾക്ക് വലിയൊരു പരിഹാരമായി കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ നിഷ്കളങ്കതയുടെ ആനന്ദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇന്നസെൻസ്. അതിങ്ങനെ കളഞ്ഞു പോയെന്നോർത്ത് ആരും വിഷമിക്കരുത്. അത് കളഞ്ഞു പോയിട്ടില്ല, വീണ്ടെടുക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു അയാൾ നമ്മളോടൊപ്പം സഞ്ചരിച്ചത്. വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല. തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടുമില്ല. സോ വീണ്ടും പിറക്കുക. ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. അസീസിലെ ഫ്രാൻസിസ് ഇങ്ങനെ ക്ലാരയെ നോക്കിക്കൊണ്ടിരിക്കുക കുറേ നേരം. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ക്ലാര, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരൊരിക്കലും പാപം ചെയ്തിട്ടില്ലെന്ന്. നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരൊരിക്കലും പാപം ചെയ്തിട്ടില്ലെന്ന്. ഞാനോ നീയോ തെറ്റിയിട്ടില്ലെന്നല്ല, മറിച്ച് മാനവരാശി എന്നെ പാപം ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നിക്കുന്ന കുറേ മക്കള് നമുക്കുണ്ടല്ലോ. അത്രയും ഭാഗ്യം നമ്മുടെ ജീവിതം. ഇപ്പം കണ്ട വിചാരങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു 3 ലെവലിലായിട്ടാണ് നമ്മൾ ഈ ജലത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചത്. നമുക്കറിയാം, ഈ ജലമാണ് ഏറ്റവും ഭംഗിയുള്ള സങ്കല്പം. മരുഭൂമിയിലിരുന്ന് എഴുതിയ പുസ്തകമായതുകൊണ്ടായിരിക്കണം വേദപുസ്തകത്തിൽ ഇത്രയും ജലം എന്ന് പറഞ്ഞ പരിഗണന വരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇസ്ലാം ഈസ് എ കൂൾ റിലിജ്യൻ. അതിങ്ങനെ ഒരു തണുപ്പ് തരുന്ന മതമാണെന്ന് പറയണം. എന്താ കാര്യം? ദിവസം 5 പ്രാവശ്യം ഇങ്ങനെ പാദം കഴുകാനായിട്ട് പഠിപ്പിക്കണ മതമാണ്. ഈ പൊടിക്കാറ്റിലും ചൂടിലും 5 പ്രാവശ്യം പാദവും മുഖവും കഴുകാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഭാഗ്യം തന്നെ ഉണ്ട്. ഇറ്റ്സ് എ കൂൾ റിലിജ്യൻ. ഇപ്പം എല്ലാ മതങ്ങളും ആത്യന്തികമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഈ തണുപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു 3 ഇതുണ്ട്. 1, ദൈവം കാണാത്ത നദി. 2, യേശു ഗുരു കാണാവുന്ന നദി. 3, യു ആർ എ പോസിബിൾ റിവർ. ഓൾ ഓഫ് us. നമ്മളൊക്കെ ഇങ്ങനെ നദിയുടെ സാധ്യതയുള്ളവരാ. ആ നദിയുടെ സാധ്യതയെ ധ്യാനിക്കുമ്പോൾ കുറേ അധികം സൂചനകളുണ്ട്. അതിനകത്ത് 2 സൂചനകൾ മാത്രമാണ് കണ്ടത്. അതിനകത്ത് നമ്മൾ കൊടുത്ത ത്രസ്റ്റ് ഇതിനായിരുന്നു: സ്വീകരിക്കാൻ പഠിക്കുക, ആക്സെപ്റ്റ് ലൈഫ്. എന്തൊക്കെയാണ് ഈ ഒഴുക്കിനിടയിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോരുത്തരും ഇട്ടുതരുന്ന അറിഞ്ഞുകൂടാ. എല്ലാത്തിനെയും സ്വീകരിക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്രതയോടുകൂടി. പിന്നെ കുറെ കൂടി നിഷ്കളങ്കമായൊരു ജീവിതം സാധ്യമാണ്. നിങ്ങളുടെ നിഷ്കളങ്കത മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന ചില വിചാരങ്ങൾ കൂടിയുണ്ട്. ക്ലാര, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരൊരിക്കലും പാപം ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ എന്തുമാത്രം സൂചനകൾ കൊണ്ട് റിച്ചായ ഒരു സങ്കല്പമാണ് പ്രാണൻ ഒരു നദിയാണെന്നുള്ള സങ്കല്പം. ആട്ടെ, എങ്ങനെ ഈ നനവിനെ നിലനിർത്തുന്നത്? ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു സ്നേഹം എന്നെ പൊതിഞ്ഞ് നിൽപ്പുണ്ടെന്നുള്ള അറിവാണിത്. അപ്പോഴാണ് മനുഷ്യന് നനവുണ്ടാവണം. കൗമാരപ്രണയത്തിലൊക്കെ പെട്ടുപോയ കുഞ്ഞുങ്ങൾക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാതെ ബാലിശമാണെന്നൊക്കെ തോന്നിയാൽ പോലും അപ്പോൾ അവർക്ക് തോന്നിയൊരു നനവുണ്ടിങ്ങനെ എല്ലാത്തിനോടും. ഒരു സ്നേഹം നമ്മളെ പൊതിഞ്ഞപ്പെടുന്ന അറിവാണ്
ജീവിതത്തിലെ ഏറ്റവും വലിയ നനവിലേക്ക് നയിക്കുന്ന ഘടകം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അവനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ഇത്രയും നനവ്. കാരണം അവർക്കറിയാം തങ്ങളെ പൊന്നൊരു സ്നേഹമുണ്ട്. എന്താണ് ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് പോലും ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സ്നേഹം എന്നെ പൊതിഞ്ഞിട്ടുണ്ടെന്നുള്ള അറിവാണ് ദൈവാനുഭവം. ആ അറിവ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ജീവിതം പഴയതല്ല. അലഞ്ഞടന്നിരുന്ന കാലത്ത് നിത്യജീവനെതിക്കുണ്ടായൊരു ദൈവാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെ കണ്ണു നിറഞ്ഞാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒരു ചെറിയ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ അലയുക. കുറേ ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ഗ്രാമങ്ങളോ വീടുകളോ ഒക്കെ ഇല്ലാത്ത വടക്കേന്ത്യൻ ദേശങ്ങൾ. ഒരു കടത്തിണ്ണയിലിങ്ങനെ ചുരുണ്ടൂടി കടന്നു തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശപ്പും തണുപ്പും കൊണ്ട് ഈ രാത്രി മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ഏകദേശം അവർ മരണത്തിലേക്ക് നീങ്ങുന്ന മട്ടിൽ ഇങ്ങനെ പതുക്കെ ഒരു മയക്കത്തിലേക്ക് വീഴുമ്പോൾ ശ്രദ്ധിച്ചു, ആരോ ഇങ്ങനെ തന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ചൂടി കിടന്നുറങ്ങി. കുറേ വൈകിയാണ് എണീക്കണത്. എണീറ്റപ്പോൾ കണ്ടു തലേന്ന് രാത്രി മുഴുവൻ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുറങ്ങിയ ആ മഹാനുഭവൻ പതുക്കെ നടന്നു പോവുകയാണ്. എന്താണത്? ഒരു തെരുവ് നായയാണ്. കഴിഞ്ഞ രാത്രിയിൽ തണുപ്പ് കൊണ്ട് മരിച്ചു പോണ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചുറങ്ങിയ തെരുവ് നായയാണ്. ആ മനുഷ്യൻ പറയുന്നു, അതായിരുന്നു എൻ്റെ ദൈവാനുഭവം. ആ രാത്രിയിൽ എനിക്ക് മനസ്സിലായി, ദൈവം ഒരു തെരുവുനായ കൊണ്ട് പോലും എൻ്റെ ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. യു ആർ എൻഷൗർഡ് ബൈ ഹിസ് ലവ്. യു ആർ എൻഷൗർഡ് ബൈ ഹിസ് ലവ്. ആ അറിവ് കിട്ടിയവനിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണ് നനവ്, ജലരാശി. ആ അറിവ് കിട്ടാത്തിടത്തോളം കാലം ഒരാൾ എത്ര വിചാരിച്ചാലും അയാൾക്ക് ഇങ്ങനെ ഈർപ്പമുള്ള ഒരാളാകാൻ പറ്റത്തുമില്ല. ആ നനവിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തിരി നേരെ ഇരുന്ന് ഒന്ന് കണ്ടുകൂട്ടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പൊതുവെ ഇരിക്കുന്നതിന് ഇത്തിരി ഒന്ന് മാറിയിട്ട് ഈ നട്ടെല്ലാം നേരെ പിടിക്കുന്ന ഒരു രീതിയിൽ ഒന്ന് കണ്ണുപൂട്ടി സ്വയം നദിയാണെന്നുള്ള ആ തിരുവചനത്തെ ഓർമ്മിക്കാം. വിശ്വസിക്കുന്ന എൻ്റെ പ്രാണനെ നീ നദിയാക്കണമേ. മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകി കടന്നുപോയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗുരുവേ, ജീവിതത്തിന്റെ പ്രവാഹങ്ങളെ വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വിശ്വസിക്കുന്ന എൻ്റെ പ്രാണനെയും നിന്റെ നദിയാക്കണമേ. കർത്താവായ യേശുവേ, വിശ്വസിക്കുന്ന എൻ്റെ പ്രാണനെയും നിന്റെ നദിയാക്കണമേ. കർത്താവായ യേശുവേ, വിശ്വസിക്കുന്ന എൻ്റെ പ്രാണനെയും നിന്റെ നദിയാക്കണമേ. പതിവ് പോലെ നമുക്ക് വശങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാം.
ആൻഡ് ഫീൽ ദ കറണ്ട്. എങ്ങനെയാണ് നദി ഒഴുകുന്നതുള്ളതിൻ്റെ ഏറ്റവും ലളിതമായ അനുഭവം ഇതാ. കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഒഴുകുന്ന ഒന്ന്. എൻ്റെ വിരൽത്തുമ്പിൽ അവസാനിക്കേണ്ടതല്ല എൻ്റെ പ്രവാഹം, മറിച്ച് നിന്റെ വിരൽത്തുമ്പിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. ഒരാൾക്ക് എന്തുമാത്രം സ്നേഹത്തോടുകൂടി ഒരാളെ തൊടാനാവുമോ അത്രയും സ്നേഹപൂർവ്വം അടുത്തിരിക്കുന്നവരുടെ കാര്യങ്ങളും ചേർത്ത് പിടിക്കാം. കൈ ചേർത്ത് തന്നെ കണ്ണുപൂട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവിതത്തെ സ്വീകരിക്കാനും നിർമ്മലമായി ജീവിക്കുവാനും ഇവരെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, ജീവിതത്തെ സമചിത്തയോടെ സ്വീകരിക്കാനും നിർമ്മലരായി നിലനിൽക്കാനും ഇവരെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, ജീവിതത്തെ സമചിത്തയോടെ സ്വീകരിക്കാനും നിർമ്മലരായി നിലനിൽക്കാനും ഇവരെ സഹായിക്കണമേ. നമുക്ക് വശങ്ങളിലേക്ക് നോക്കി ഒരു നമസ്തേ പറയാം. കണ്ണുകളിലേക്ക് നോക്കിയിട്ട്